പ്രയോറിറ്റി ലിസ്റ്റുകളിലാണ് അല്ലേ? ഓരോരുത്തരുടെ പ്രയോറിറ്റി ലിസ്റ്റ്. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഔട്ടിംഗ് എന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്ന നമ്മൾ കാലക്രമേണ ആ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ്. എന്തൊരു സങ്കടമാണത്. ഇന്ന് എന്നോട് പരാതി പറഞ്ഞ ഒരാൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ വളരെയേറെ ജീവനാണ്, ജീവനേക്കാൾ ജീവനാണ്, എന്റെ ലോകം തന്നെ നീയാണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ പതിയെ 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 അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ച. അങ്ങോട്ട് വിളിച്ച് എടുക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയമില്ല, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് വിളിച്ചാൽ പോലും ആ കമ്മ്യൂണിക്കേഷൻ നീണ്ടുപോകില്ല. കറക്റ്റാണ്, ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് ഇത് വന്നിട്ടുണ്ടാവും. അതും നമ്മൾ ഈ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്ന മാനദണ്ഡം സഹായം കൂടിയായിരിക്കും. ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരാളുടെ മോശം സമയത്ത് കൂടെ നിന്ന് നോക്കൂ, നിങ്ങൾ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും അവസാനമായിട്ട് മാറും. എപ്പോഴും മനുഷ്യൻ ഈ പ്രയോറിറ്റി ലിസ്റ്റുകളുടെ ഒരു ബേസിലാണ് പരസ്പരം അളക്കപ്പെടുന്നത് എന്നുള്ളത് വലിയ സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരാളെ പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ, നമ്മളത് കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ആ ആളെ പ്രയോറിറ്റിയിൽ തന്നെ നിലനിർത്താൻ. പറ്റുന്നില്ല എങ്കിൽ അത് പരസ്പരം പറയുകയും, എനിക്ക് ഈ പറഞ്ഞ പോലെ എന്റെ പ്രയോറിറ്റികളിൽ, എന്റെ ജീവിതത്തിന്റെ പ്രാധാന്യമുള്ള ഏരിയകളിൽ ഒന്നും തന്നെ താങ്കളില്ല അല്ലെങ്കിൽ നീ ഇല്ല എന്ന് പരസ്പരം പറഞ്ഞ് പിരിയുന്നതാണ് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ നല്ലൊരു പരിപാടി എന്ന് പറയുന്നത്, അല്ലേ? മറ്റത് എന്താണ് കാരണമെന്നറിയാതെ നമ്മുടെ കൂടെയുള്ള ആൾ വല്ലാണ്ട് നെഞ്ചെരിഞ്ഞ് സങ്കടപ്പെട്ടെന്ന് വരും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരുടെയും പ്രണയം, എല്ലാവരുടെയും ഇഷ്ടം, എല്ലാവരുടെയും സൗഹൃദം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. പരക്കട്ടെ പ്രകാശം.